ജനുവരി 1, 1983 ലോകത്തിൽ ഇൻ്റർനെറ്റ് ജനിക്കപ്പെട്ടത്. അത് ശരിക്കും പറഞ്ഞാൽ സൈനിക ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണമായിട്ടാണ് അത് ഡെവലപ്പ് ചെയ്തിരുന്നതെങ്കിൽ പിന്നീട് അത് വാണിജ്യ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും ഉപഭോഗം ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് അത് വന്നു. പക്ഷെ നമ്മളിന്ന് കാണുന്ന പോലത്തെ ഹൈ സ്പീഡൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ മെല്ലെയായിരുന്നു നെറ്റ് നമ്മുടെ നാട്ടിൽ കിട്ടിക്കൊണ്ടിരുന്നത്. 1983 എന്നൊക്കെ പറയുമ്പോൾ കമ്പ്യൂട്ടർ നമ്മുടെ നാട്ടിൽ വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇൻ്റർനെറ്റൊക്കെ കിട്ടുന്നത് ഒരു രാജകീയമായിട്ടുള്ള ഒരു അനുഭവമാണ്. വളരെ മെല്ലെയായിരുന്നു നെറ്റ് വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഒരു 90-കളിലായപ്പോഴേക്കും കുറച്ച് മാറ്റം വന്നു. അപ്പോഴും അത് വളരെ മെല്ലെ സാമട്ടിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചില സമയത്ത് ഡയലപ്പ് കണക്ഷൻ വരും. പിന്നീട് BSNL കണക്ഷൻ വരുമ്പോൾ അത് ഇങ്ങനെ മുറിഞ്ഞാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നാളുകളും കഴിച്ചപ്പോൾ 2000 ആയപ്പോഴേക്കും മൊബൈൽ ഫോണിൻ്റെ യുഗമായി. പിന്നെയും നെറ്റ് വളരെയധികം മാറ്റം വന്നു. അങ്ങനെ മാറ്റം വന്നാണ് ഇന്ന് നമ്മൾ കാണുന്നത് ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉള്ളത്. ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലും ഇൻ്റർനെറ്റ് കിട്ടുന്നത് അപ്രകാരമാണ്. ടവർ വഴിയുള്ള ഹൈ സ്പീഡ് നെറ്റ്വർക്കാണ് നമുക്ക് കിട്ടുന്നത്. 4G 5G 6G ഒക്കെ വരുമ്പോൾ അതിനനുസരിച്ചുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ വേഗത കൂടും. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഒരു കിടുകാച്ചി സാങ്കേതികവിദ്യയുണ്ട്. ആ സാങ്കേതികവിദ്യ ഇപ്പോൾ വളരെ മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് വളരെ വേഗത്തിൽ ഇൻ്റർനെറ്റ് കിട്ടുന്നത്. അതിൻ്റെ പുറകിൽ ഒരുപാട് ബുദ്ധിജീവികളുടെ അഹോരാത്രമുള്ള പരിശ്രമമുണ്ട്. ആ പരിശ്രമങ്ങൾ എല്ലാം നടന്നിട്ടുള്ളത് അമേരിക്കൻ ഐക്യനാടുകളിലാണ്. അമേരിക്കൻ ഐക്യനാടുകളിലെ ബുദ്ധിജീവികൾ കാരണമാണ് ഇന്ന് ലോകത്തിലുള്ള എല്ലാവരും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത്.